വളരെ അക്ഷമരായിട്ട് കാണാൻ കാത്തിരിക്കുന്ന ബിഗ് ബോസ് സീസൺ 6ന്റെ ഈ വർഷത്തെ എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ ഈ വർഷം മത്സരിക്കാനായിട്ട് ആരൊക്കെയായിരിക്കും, എവിടെ നിന്നുള്ളവരായിരിക്കും, എത്ര ആൾക്കാരായിരിക്കും വരാൻ പോണത്? നിങ്ങളും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തായാലും ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഏകദേശം ഒരു 18 പേരുടെ പേര് ചേർത്ത് വെച്ചിട്ട് നമ്മളും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലെ നമ്മുടെ പുതിയ സെഗ്മെൻറ്റായ ലൈഫ് അൺഎഡിറ്റഡിൽ ഈ പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ലാലേട്ടൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ കുറേ ചേഞ്ചസും കുറേ മാറ്റങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ മാറ്റങ്ങളോട് കൂടി തന്നെയായിരിക്കും അവർ വരിക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് പോയ വർഷം അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അവരെപ്പോഴും ഒരു രാജാവിനെ അല്ലെങ്കിൽ ഒരാളെ മെയിനായിട്ട് കണ്ടുകൊണ്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരെ അതിന് സപ്പോർട്ടിങ് സിസ്റ്റം പോലെയോ അല്ലെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അങ്ങനെ കുറേ പേരെ കൂടെ അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ഒരേ സ്ട്രെങ്തിലുള്ള അല്ലെങ്കിൽ ഒരേപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുറേ പേരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സീസൺ 6 എന്ന ബിഗ് ബോസ് അവർ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കോമ്പറ്റീഷൻ എത്രത്തോളം ടൈറ്റ് ആയിരിക്കും എന്നുള്ളത് അല്ലേ? എന്തായാലും നമുക്ക് നമ്മുടെ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആരൊക്കെയാണ് നമ്മളുടെ ലിസ്റ്റിലുള്ളത് എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ കുറേ പേരും ഇതേപോലെ പ്രഡിക്ഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, അവരെല്ലാവരും തന്നെ പറയുന്ന ഒരു പേരാണ്. മാത്രമല്ല ഈ ഒരു പോയ വർഷത്തെ നമ്മുടെ ഒരാളുടെ ഒരു ജേർണി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ശരിക്കും തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ജാസ്മിൻ ജാഫർ. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ജാസ്മിൻ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ജാസ്മിൻ ഒരു ചാൻസ് ഉണ്ടാവും തന്നെ തോന്നുന്നു. പിന്നെ രണ്ടാമത് ഈ ജാസ്മിൻ എന്തായാലും ഉണ്ടെങ്കിൽ അതിനൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ജാസ്മിൻ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിജോ ടോക്സിനകത്തിലൂടെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിജോ. അപ്പം ജാസ്മിൻ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ സിജോ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അത് 2 പേരായി കേട്ടോ. ഇനി മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സീരിയൽ ആയിരുന്നു സാന്ത്വനം. അതിപ്പോൾ കഴിഞ്ഞു, അതിന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു എല്ലാം. അതിൽ തന്നെ ഏറ്റവും മെയിൻ ഹീറോയിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരുന്ന, അതായത് നമ്മുടെ സാന്ത്വനത്തിലെ ശിവൻ എന്ന ക്യാരക്ടർ ചെയ്ത സജിൻ ഇപ്പം ആ സീരിയൽ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടും ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ടും എനിക്ക് സജിനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഒരു തോന്നൽ. അപ്പം 3 പേരായി കേട്ടോ. ഇനി ബാക്കിയുള്ള ആൾക്കാരുടെ നോക്കാം ആരൊക്കെയാണെന്ന്. ഏഷ്യാനെറ്റിലെ സാന്ത്വനം എന്ന സീരിയലിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏഷ്യാനെറ്റിൽ തന്നെ സാന്ത്വനത്തിലുള്ള പോലെ തന്നെ ഒരുപാട് പ്രേക്ഷകരുള്ള മറ്റൊരു സീരിയലാണ് കുടുംബവിളക്ക് എന്നുള്ളത്. കുടുംബവിളക്കിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് എല്ലാം കഴിഞ്ഞു. അവരുടെ എന്താ പറയുക, ഇപ്പോൾ രണ്ടാമത്തെ കുടുംബവിളക്കിൻ്റെ സീസൺ 2 എന്ന് പറയുന്ന പോലെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ ഓൾറെഡി തുടങ്ങിയും കഴിഞ്ഞു. പക്ഷേ ഈ രണ്ടാമത്തെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുവരേക്കും അതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വില്ലത്തി ക്യാരക്ടർ ചെയ്തിരുന്ന ശരണ്യനെ ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ശരണ്യ എവിടെ പോയിട്ടുണ്ടാവണം? കുടുംബവിളക്കിൽ തകർത്ത് അഭിനയിച്ച ശരണ്യ കുടുംബവിളക്കിലെ സീസൺ 2 ഉണ്ടാവാതിരിക്കുമോ? ഇങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് തോന്നിയത് ശരണ്യയുടെ റിയൽ ലൈഫും അല്ലെങ്കിൽ ഈ ശരണ്യ എന്നുള്ള ഒരാളുടെ ഒരു റിയൽ ക്യാരക്ടറുമൊക്കെ ഏഷ്യാനെറ്റിലെ തന്നെ ഡാൻസിങ് സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ നമ്മളെല്ലാവരും കണ്ടും കഴിഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് ടാലി ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ശരണ്യ മിക്കവാറും ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കുടുംബവിളക്കിൽ ഇതുവരെ വന്നില്ല? ഇങ്ങനെയൊക്കെ നമ്മുടെ ഓരോരോ അസംഷൻസ് ആണ്. നമുക്ക് നോക്കാം, ശരണ്യയും നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് എന്തായാലും നമുക്ക് കയറ്റാം അല്ലേ? ഇനി അതേപോലെ പിന്നെ ഒന്നും എനിക്ക് തോന്നുന്നത്, നമ്മൾ ഏഷ്യാനെറ്റിലെ തന്നെ ഇപ്പം സാന്ത്വനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാന്ത്വനത്തിലെ ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയതായിരുന്നു നമ്മുടെ ഹീറോ. അതേപോലെ തന്നെ അതിനൊപ്പം തന്നെ ഒരുപാട് പരദൂഷണക്കാരിയായിട്ട് ജയന്തിയായിട്ട് വന്നിരുന്ന നമ്മുടെ അപ്സരയുണ്ട്. അപ്സരയും അത് നല്ല തകർത്ത് ശരിക്കും വാശിയോടെയാണ് ഇവരെല്ലാവരും അഭിനയിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഈ അപ്സരയ്ക്കും എനിക്ക്, കാരണം ഇവരെപ്പോഴും ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് അപ്സരയുടെയും ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം പൊതുവെ ബിഗ് ബോസിൽ കാണുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ
ഒരേ ഒരു ചാനലിൽ മാത്രം അവർ ഫോക്കസ് ചെയ്ത ആൾക്കാരെ അവർ യൂഷ്വലി ക്യാച്ച് ചെയ്യില്ല. ഇപ്പം ഏഷ്യാനെറ്റിലെ തന്നെ സാന്ത്വനം കുടുംബവിളക്കും അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനോട് കടപിടിച്ച് നിൽക്കുന്ന ഒരു ഓപ്പോസിറ്റ് ചാനലിലെയും ഒരാളെ അവർ മിക്കവാറും ക്യാച്ച് ചെയ്യണം. ആ ഒരു മനഃശാസ്ത്രം വെച്ച് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ടി വിയിലെ ഉപ്പും മുളകും എന്ന പ്രോഗ്രാമിലൂടെ എല്ലാവരുടെ മനസ്സ് കീഴടക്കി ശരിക്കും എന്താ പറയുക, അതിനകത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു യങ് ബ്ലഡ് എന്ന് പറയുന്ന നമ്മുടെ മുടിയൻ, അതെ ഋഷിയും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ പെട്ടെന്ന് കാണാതിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുകയാണ് ഓക്കെ ഇവരെല്ലാവരും നമ്മുടെ 10th തുടങ്ങാൻ പോകുന്ന ബിഗ് ബോസിലേക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും പോയിട്ടുണ്ടാവുമോ, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമുക്ക് അടുത്തത് ഈ ഒരു യങ് ബ്ലഡ് ഭയങ്കര യോ ആയിട്ട് നിൽക്കുന്ന, കാരണം ബിഗ് ബോസിൽ ഇവർക്ക് എപ്പോഴും ഒരേ റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഒരേ ഏജിലുള്ള ആൾക്കാരെ വെച്ചിട്ട് ഇവർ ചെയ്യാറില്ലല്ലോ. ഇവർക്ക് പല ഏജ് ഗ്രൂപ്പ് വേണം, കുറച്ച് എന്താ പറയുക ഒരു യൂത്തിൻ്റെ ഒരു ബ്ലഡ് വേണം, എന്നാലല്ലേ അത് ബാലൻസ് ചെയ്തും ആ ഷോ കുറച്ചും കൂടെ കളർഫുൾ ആക്കി മോർ എനർജറ്റിക് ആക്കാൻ ഇവർക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്തത് ഋഷി ആവാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ബിഗ് ബോസിൽ വരാൻ പോകുന്ന സീരിയലും അങ്ങനത്തെ സോഷ്യൽ മീഡിയ അതൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനി എപ്പോഴും ഇവർ ഇതിൽ മാത്രമല്ലല്ലോ, സിനിമയിൽ നിന്നും ആരെയെങ്കിലും ഒക്കെ എപ്പോഴും ബിഗ് ബോസിലേക്ക് ഇവർ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വേൽ എന്ന ചിത്രത്തിൽ ഷെയ്ൻ നിഗത്തിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച് എല്ലാവരുടെയും എന്താ പറയുക നല്ലൊരു അഭിനേത്രി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായി മാറിയ ഒരാളാണ് ശ്രീരേഖ. എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ഇൻവിറ്റേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ അഭിനയം എല്ലാവരും ഈയിടെയൊക്കെ സംസാരിച്ചിരുന്ന ഒന്നാണ്. അപ്പം ഇവർ ബിഗ് ബോസിൽ ആൾക്കാരെ നോക്കുമ്പം അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാലിബറിൽ വരുന്ന ഒരു റേഞ്ചിൽ വരുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഞാൻ ശ്രീരേഖ എന്നുള്ള പേര് ഇടാനായിട്ടുള്ള കാരണം. അതേപോലെ പിന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് ഫിറ്റ്നസ് ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരെ എപ്പോഴും ബിഗ് ബോസിലേക്ക് അവർ നോക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ആ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറുമൊക്കെയായ ജിൻഡോ, അതും എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും ഈ പ്രാവശ്യം ജിൻഡോയും ഈ ഒരു ഫൈനൽ ലിസ്റ്റിലേക്ക് വരാം എന്ന് തോന്നുന്നു. പിന്നെ വേറൊന്ന് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, സീരിയലുകളിലൂടെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായി മാറിയ, നമുക്ക് എല്ലാവർക്കും സീരിയലിൽ മാത്രമല്ല സിനിമയിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മുഖമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് യമുന റാണി എന്ന് പറയുന്നത് യമുന ചേച്ചി. അപ്പോൾ യമുന ചേച്ചി, ഞാൻ യമുന ചേച്ചിയുടെ പേര് പറയാൻ കാരണം ഈ അടുത്തിടെ ചേച്ചി പുനർവിവാഹം ചെയ്തു, ചേച്ചിയുടെ രണ്ടാമതൊരു കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിലൂടെ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പോൾ ചേച്ചി അതിൽ അങ്ങനെ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ചേച്ചീനെയും ഇവർ വീണ്ടും വിളിക്കുമായിരിക്കില്ലേ എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മാത്രമല്ല യമുന ചേച്ചി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ എന്താ പറയുക അങ്കത്തട്ടെന്ന് പറയുന്നത് ബിഗ് ബോസിൽ മിക്കവാറും കിച്ചൺ ഏരിയ ആയിരിക്കും. കാരണം നമുക്ക് അറിയില്ല, എനിക്ക് പേഴ്സണലി ചേച്ചിനെ പരിചയമില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഏരിയയിൽ ചേച്ചി നന്നായിട്ട് തിളങ്ങുമെന്ന് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ബിഗ് ബോസിൽ ഇവർ സെലക്ട് ചെയ്യുന്നതിനകത്ത് പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് LGBTQയിൽ നിന്നും ഇവരെപ്പോഴും ഓരോരുത്തരെ എടുക്കാറുണ്ട് ഓരോ കൊല്ലവും. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇക്കൊല്ലം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള, അതായത് ആദ്യം തന്നെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ജാൻ മണിയാണ്. ഈ പ്രാവശ്യം ജാനെ തന്നെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക എന്നൊരു തോന്നൽ എനിക്കുണ്ട്, നമുക്കറിയില്ല, നോക്കാം. പിന്നെ ഒന്നുള്ളത് പ്രോഗ്രാമും സിനിമയും സീരിയലും മാത്രമായിട്ടല്ല, ചാനലുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രോഗ്രാംസിൽ നിന്നും ആൾക്കാരെ ഇവരെടുക്കാറുണ്ട്. അതായത് ആ പ്രോഗ്രാമിൽ അവരുടെ പെർഫോമൻസ് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ അവരുടെ അതിനകത്തുള്ള ഒരു ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഇതൊക്കെ കണ്ടിട്ടും അങ്ങനെയും സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയും ഇവർ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലവേഴ്സിൽ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതിൽ നല്ല രീതിയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ജസീല പെർവീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ജസീലയ്ക്ക് മിക്കവാറും ഒരു ചാൻസ് ഉണ്ട് എന്ന് തന്നെ തോന്നുന്നു കേട്ടോ. ഇനി വീണ്ടും നമ്മൾ സിനിമയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ സിനിമയിൽ നിന്നും ശ്രുതിലക്ഷ്മി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാറ്റഗറീനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആ ഒരു ഏജും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വർഷം അവർ കൊണ്ടുപോകാൻ മിക്കവാറും ചാൻസ് അൻസിബ ആയിരിക്കും. ശ്രുതിലക്ഷ്മിക്ക് ആ ഒരു ഇതിൽ നോക്കുമ്പം അല്ലേ അൻസിബ തന്നെ ആയിരിക്കില്ലേ, ചാൻസ് ഉണ്ടാവില്ലേ, നോക്കാം. ഇനിയുള്ള 2 പേരെന്ന് പറയുന്നത് ഷുവറായിട്ടും അവരുണ്ട്, കാരണം അത് ഏഷ്യാനെറ്റ് തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാണ് ഇവരുടെ 2 പേരുടെയും പേര്. അതായത് 2 കോമണേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് അവർ ഓൾറെഡി ഏഷ്യാനെറ്റുകാർ സെലക്ട് ചെയ്ത ഒരാളാണ് റസ്മിൻ ഭായ്, രണ്ടാമത്തേത് നിഷാന എൻ. അപ്പോൾ ഇവർ 2 പേരും ഷുവറായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാം.
അടുത്തത് നമുക്ക് നമ്മുടെ ടീമിന്റെ കാര്യം പറയാം. അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരെയായിരിക്കും ഞാൻ ഉദ്ദേശിച്ചതെന്നല്ലേ? അതെ, ബിനീഷ് ബാസ്റ്റിൻ. ബിനീഷിനെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിനീഷിനുള്ള ചാൻസ് കൂടുതലായിട്ടും കാണുന്നുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം, എനിക്ക് തോന്നുന്നത് ബിനീഷിന് മിക്കവാറും ഒരു വൈൽഡ് കാർഡ് കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും ബിനീഷിനെ മിക്കവാറും ബിഗ് ബോസിലേക്ക് കയറ്റാന്നൊരു തോന്നൽ. നമുക്ക് നോക്കാം അതെന്തായാലും. പിന്നെ എന്നുള്ളത് റൈഡർ ഗേൾ ആയിട്ടുള്ള അനീഷയ്ക്കും ചാൻസസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ആങ്കർ ആയിട്ടുള്ള പൂജ. ഇവരുടെയൊക്കെ പേരുകൾ ഒക്കെ നമുക്ക് ഉറപ്പിക്കാം അല്ലെ, ഇവരൊക്കെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. ഏഷ്യാനെറ്റിലൂടെ തന്നെ വളർന്നു വന്ന ഒരു താരമാണ് നയന ജോസൻ. നയനയും മിക്കവാറും എനിക്ക് തോന്നുന്നത് നയനയ്ക്ക് മിക്കവാറും വൈൽഡ് കാർഡ് കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും എൻട്രി ഉണ്ടാവുക എന്നൊരു തോന്നൽ. നോക്കാം. ഇപ്പോൾ മലയാള സിനിമയിൽ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന യങ് ആക്ടർ ഗബ്രിയേൽ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, മാർക്കറ്റിംഗ് മല്ലു എന്നറിയപ്പെടുന്ന പ്രവീൺ, അസി റോക്കി, നൂറ മുസ്കാൻ എന്നിവരും ഈ വർഷത്തെ ബിഗ് ബോസിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി സോഷ്യൽ മീഡിയയിൽ കുറേ നാളായിട്ട് കുറച്ച് പേരുടെ പേര് പറയുന്നുണ്ട്. ഇവരെന്തായാലും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ 3-4 പേരുടെ പേര് ഇവർ ഈ പ്രാവശ്യം ബിഗ് ബോസിൽ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു അസംഷൻ. ആരൊക്കെയാണെന്നറിയോ? ഒന്ന് അഖിൽ ആനന്ദ്, പിന്നെ സിദ്ധാർത്ഥ് പ്രഭു, ഡയാന ഹമീദ്, രാജീവ് പരമേശ്വരൻ, ബിനോയ് വർഗീസ്, ശ്രീലക്ഷ്മി അറയ്ക്കൽ. ഈ പറയുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ലെന്ന ഒരു തോന്നൽ. അറിയില്ല. ഈ ബിഗ് ബോസിൽ ഇവർ കുറേ പേരുണ്ടാവും, ഇവർ കുറേ പേരുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഇതേപോലെ പ്രഡിക്ഷൻ ലിസ്റ്റായിട്ടൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്കും തോന്നിയ കുറേ ആൾക്കാരുടെ പേരൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു. നമുക്കറിയില്ല ശരിക്കും ഈ മാർച്ച് 10th, അതായത് ഈ പുതിയ സീസണിൽ ആരൊക്കെയായിരിക്കും, നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കുമോ ഈ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എത്തുക, അതോ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സർപ്രൈസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എൻട്രി ഉണ്ടാവുമോ? ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. കാരണം ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറ്റങ്ങൾ എന്താ അവർ ചെയ്തുകൊണ്ടേയിരിക്കും, മാറ്റങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കും അവർ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്ന് നമുക്കറിയില്ല. ഞാനിപ്പോൾ പറഞ്ഞ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരും ഇതൊക്കെ തന്നെയാണോ ഫൈനൽ ലിസ്റ്റിലേക്ക് വരിക എന്ന് നമുക്ക് കുറച്ച് ദിവസം കൂടെ കാത്തിരുന്നാൽ മതിയല്ലോ. നമുക്ക് നോക്കാം.